ജിയോൻ്റെ ഒരു ടേബിൾ ലാമ്പാണ്. അത് വർക്കാകുന്നില്ലെന്ന് തോന്നുന്നു. 1 മാസത്തോളം അവർ ഉപയോഗിക്കുന്നത്. ചാർജൊന്നും കയറുന്നില്ല. ചാർജ് കുത്തുമ്പം തെളിയുന്നുണ്ട്. ചാർജ് കുത്തിയാൽ തരും. ഊരിക്കഴിഞ്ഞാൽ ഒന്നും ഇല്ല. എന്താണെന്ന് നോക്കണം. ബാറ്ററി വല്ലതും വിട്ടുപോയതാണോ, ബാറ്ററി പൈസ ആയെന്ന് അഴിച്ച് നോക്കണം. അഴിച്ച് കഴിഞ്ഞാൽ ബാറ്ററി കണക്ഷനൊന്നും വിട്ടുപോയിട്ടില്ല. കാരണം ബാറ്ററി ചാർജ് കയറാതെ പോയതായിരിക്കും. ബാറ്ററി എന്തായാലും അഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മീറ്റർ എന്താണെന്ന് നോക്കാം. സംഗതി ലയിപ്പിച്ചാണ്. ചൂടായി വരണം. വോൾട്ടേജ് കുറവായതുകൊണ്ട് അയൺ നല്ലപോലെ ചൂടായിട്ടില്ല. താമസമുണ്ട്. ഇത് 1/2 വോൾട്ടേ ഉള്ളൂ. ഒട്ടും ചാർജ് കയറുന്നില്ല. ബാറ്ററി ഉപയോഗിക്കാതിരുന്ന് പോയി. പുതിയൊരു ബാറ്ററി, ഒരു 80 രൂപയുടെ ബാറ്ററി, നല്ല ബാറ്ററി. അത് നമുക്ക് അതെടുത്ത് വയ്ക്കാം. അത് പിടിപ്പിച്ച് നോക്കാം. അത് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. വർക്കാണെങ്കിൽ പിടിപ്പിച്ചാൽ മതിയില്ല. പിന്നെ ബോർഡ് കംപ്ലൈൻ്റ് ആണെങ്കിൽ പിടിപ്പിച്ചിട്ട് കാര്യമില്ല. നോക്കാം. ബോർഡ് കുഴപ്പമുണ്ട്. ഓക്കെ. അപ്പം ബോർഡിനൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പം നമുക്ക് പിടിപ്പിക്കാം. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിടിപ്പിക്കാം. എന്നിട്ട് സ്വന്തമായിട്ട് ഇതുപോലെ അഴിച്ച് കളഞ്ഞിട്ട് ബാറ്ററി നോക്കി. ബോർഡിന് കുഴപ്പമില്ല. ചാർജും കയറുന്നില്ലാണ്ട്. ഇനിയിപ്പം കണക്ഷൻ കൊടുത്തിട്ട് ഇത് നമ്മൾ സോൾവ് ചെയ്ത് പിടിപ്പിക്കാം. സംഗതി ഓക്കെ. ഒന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇത് പുതിയ ബാറ്ററി ആണ്ട് ഇപ്പം പുതിയതുപോലെ ഇരിക്കും. ഇനിയിപ്പം പുതിയത് 4-5 മണിക്കൂർ ചാർജ് നിൽക്കുന്ന എമർജൻസിയാണ്. PGOൻ്റെ സാധനമാണ്. ഇപ്പോൾ ഈ ബാറ്ററി അത് പുതിയ ബാറ്ററി, നല്ല ബാറ്ററിയാണെന്നുള്ളത് നന്നായി വരും. ഇപ്പം മഴക്കാലമായിട്ട് പിടിപ്പിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ആർക്കും സംഗതി ഓക്കെ ആയി, നല്ല തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.